പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുകയാണ്. 5 ഏക്കറോളം സ്ഥലത്ത് പണിതിട്ടിരിക്കുന്ന 10-ലധികം കെട്ടിടങ്ങളാണ് പാമ്പുകളുടെയും വന്യമൃഗങ്ങളുടെയും ഒക്കെ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നാട്ടുകാർ പോലീസ് മേധാവിയെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും സമീപിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമുക്ക്. കാടുകയറിയ അനാസ്ഥ. കേരള പോലീസിന് എന്തുമാകാമോ? ആകാമായിരിക്കുമല്ലേ. അതുകൊണ്ടാണല്ലോ ഒരു 5 ഏക്കർ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ക്വാർട്ടേഴ്സ് പണിതിട്ടു. ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടിയാണ് 5 ഏക്കർ സ്ഥലത്ത് ക്വാർട്ടേഴ്സ് പണിതത്. 40 വർഷം പഴക്കമുണ്ട് ഈ ക്വാർട്ടേഴ്സിന്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലേറെയായി ഈ ക്വാർട്ടേഴ്സിൽ ഒരു ഉദ്യോഗസ്ഥനും താമസിക്കുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ താമസക്കാരെന്ന് പറയുന്നത് പന്നിയും പാമ്പും പട്ടിയുമൊക്കെയാണ്. ഒരു ഉപകാരവുമില്ലാതെ കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ കാണുന്ന കെട്ടിടങ്ങൾക്കെല്ലാം. കെട്ടിടത്തിന്റെ മേൽക്കൂരകൾക്കോ ഭിത്തിക്കോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്ഥലവും കെട്ടിടവും ഇന്ന് ഈ രീതിയിൽ കാട് കയറി നശിച്ചു കിടക്കുകയാണ്. പല വർഗത്തിൽപ്പെട്ട ഇഴജന്തുക്കൾ, പന്നിയടക്കമുള്ള വന്യമൃഗങ്ങൾ, ഇവരുടെയൊക്കെ കേന്ദ്രമാണ് ഇപ്പോൾ ഈ കെട്ടിടവും പരിസരവും. കൺമുൻപിൽ ഒരു പ്രദേശം കാടുകയറി നശിക്കുന്നത് കാണുമ്പോൾ നാട്ടുകാർക്കും ബുദ്ധിമുട്ടേറെയുണ്ട്. പക്ഷേ ഇങ്ങനെ കാട് കയറി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കാട് കയറി കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒന്ന് കാട് വൃത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തുനിന്ന് ചൂട് പിടിക്കുന്ന പറഞ്ഞാൽ പെരുമ്പാമ്പ് വീട്ടിലോട്ട് പാമ്പ് ഇഴഞ്ഞു കയറി വരുവാണ്, കോഴിയെ പിടിക്കുവാണ്, എല്ലാം കിടക്കുക. പന്നി ഇതിനകത്ത് പെറ്റ് കിടക്കുക. ഇതിൻ്റെ പേരിൽ ഞങ്ങളൊരു 10-40 നാട്ടുകാർ കൂടി എഴുതി ഒപ്പിട്ട് പത്തനംതിട്ട SP ഓഫീസിലും ഈ ചിറ്റാർ പഞ്ചായത്തിലും ഇവിടെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിലും എല്ലാം കൊടുത്തു. അതിന് യാതൊരു നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആരോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. പലതവണ പല വാതിലുകളിൽ പ്രദേശവാസികൾ മുട്ടി. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഈ രീതിയിൽ കെട്ടിടങ്ങൾ നശിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ മറുപടിയില്ല. കെട്ടിടങ്ങളിൽ താമസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ടാണ് ഒഴിഞ്ഞു കിടക്കുന്നതെന്ന വിചിത്രമായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് പറഞ്ഞത്. പോലീസ് അധികാരികളും പറയുന്നത് മുൻകാലങ്ങളിൽ അടുത്ത ജില്ലകളിലുള്ള ആൾക്കാർ ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പം താമസിക്കുന്നത്. അതുകൊണ്ടാണ് കാട് പിടിച്ച് കിടക്കുന്നതാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ പേടികൊണ്ടായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇഴജന്തുക്കൾക്കും വന്യമൃഗങ്ങൾക്കുമൊപ്പം സാമൂഹ്യ വിരുദ്ധർ കൂടി ഇവിടം താവളമാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അധികം ദൂരത്തല്ലാതെ ചിറ്റാർ പോലീസ് സ്റ്റേഷനുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. അനാശാസ്യ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഈ പ്രദേശത്തേക്ക് കയറി വരത്തില്ല. കെട്ടിടത്തിനോട് ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ജലസംഭരണിയും കാടുകയറി. വർഷങ്ങളായി ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തേക്ക് ഇനിയെങ്കിലും അധികൃതർ കൺതുറന്നു നോക്കണമെന്ന അഭ്യർത്ഥനയും നാട്ടുകാർക്കുണ്ട്. കാട് വളരാൻ വേണ്ടി മാത്രം 5 ഏക്കർ സ്ഥലം, അതിനകത്ത് 8 കെട്ടിടങ്ങൾ. വീടും ഭൂമിയുമില്ലാത്ത എത്രയോ സാധാരണക്കാർ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. ചിറ്റാറിൽ ഈ 5 ഏക്കർ സ്ഥലത്ത് ഈ കെട്ടിടങ്ങൾ എന്തിന് പണി കഴിപ്പിച്ചു എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ബന്ധപ്പെട്ട അധികൃതർക്കാർക്കും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുകൊണ്ടാണ് ഇമ്മട്ടിൽ ഈ കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ന്യായം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മറ്റു പല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും വരുമാനമുണ്ടാകുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ചിറ്റാറിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.